ഇങ്ങോട്ട് നടന്ന് വാന്ന് നമ്മൾ ഒറ്റയ്ക്ക് നടക്ക്. അല്ല ഇതായാലും സാവിത്രി കുട്ടി എങ്ങോട്ട് പോണം? രാഘവൻ സാറിന്റെ വീട് എവിടെയാ? രാഘവൻ സാറിന്റെ വീടാ? ലോ, ആ പുളിമരത്തിന്റെ അപ്പുറത്തൊരു വീട് കണ്ട, അത് തന്നെ. വളരെ ഉപകാരം. ബാലൻ ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണല്ലോ. ഇപ്പൊ എന്തിന് സാവിത്രി കുട്ടി രാഘവന്റെ വീട്ടിൽ പോണത്? ഏതായാലും കാര്യം എന്താണെന്ന് അറിഞ്ഞോളെ. തൊട്ടുപോകരുത്. നീ എന്തിനിവിടെ വന്നു? എന്റെ കുഞ്ഞിനെ കാണാൻ. കുഞ്ഞിനെ കാണാൻ? വഞ്ചകി, നീ കുഞ്ഞിന്റെ ആരുമല്ല. നിന്റെ നിഴൽ പോലും ഈ കുഞ്ഞിന് മുകളിൽ വീഴാൻ പാടില്ല. ചേട്ടാ, ചേട്ടൻ, ചേട്ടാ, ചേട്ടാ, ചേട്ടാ. നീ എന്താടി വിളിച്ചത്? എന്താ വിളിച്ചതെന്ന്? എന്നോട് ക്ഷമിക്കൂ. ഞാൻ എന്തൊക്കെയാണ് ക്ഷമിക്കുന്നത്? ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നീ വേശ്യാവൃത്തി നടത്തിയത്, പാൽമണം മാറാത്ത പ്രായത്തിൽ ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ചത്, വ്യഭിചാര കുറ്റത്തിന് പോലീസ് പിടിച്ചുകൊണ്ടു പോകുന്നത് ജീവനോടെ നോക്കി നിന്ന് ഞാൻ ദഹിച്ചതിന്. ഞാൻ തെറ്റ് ചെയ്യാതെ ശിക്ഷിക്കപ്പെട്ടവളാണ്. നോക്ക്, ഞാൻ പ്രാണന് തുല്യം സ്നേഹിക്കുന്നവനാണ് ബാലൻ. ഇപ്പോൾ നീ അവന്റെ ഭാര്യയായിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ കൊല്ലാതെ വിടുന്നത്. പോയെന്റെ മുൻപിൽ നിന്ന്. എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. തരില്ല. ഞാൻ അവളെ പ്രസവിച്ച അമ്മയാണ്. അമ്മ? എടീ, ആ വേശ്യാലയത്തിൽ എത്രയോ രഹസ്യ പ്രസവങ്ങൾ നടന്നിട്ടുണ്ട്. നീയും നിന്റെ അമ്മയും കൂടി എത്രയോ കുഞ്ഞുങ്ങളെ കൊന്നിട്ടുണ്ട്. അതിലൊന്നായി ഈ കുഞ്ഞിനെ കരുതിയാ മതി. എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, എന്നെ കുഞ്ഞിനെ കാണാൻ മാത്രം അനുവദിച്ചാ മതി. അത് നടക്കില്ല. നിന്റെയും നിന്റെ അമ്മയുടെയും വഴിയിൽ വിടാനല്ല ഞാൻ അവളെ വളർത്തുന്നത്. മുള്ളിന്റെ ചെവിട്ടിൽ വളരുന്ന മറ്റൊരു മുള്ളാകാൻ എന്റെ കുഞ്ഞിനെ കിട്ടില്ലടി. എന്റെ കുഞ്ഞിനെ കാണാതെ ഞാൻ പോവില്ല. നീ പോവില്ലേ? ഇല്ല, 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 ഇല്ല. ഞാൻ പോവില്ല. ഞാൻ പോവില്ല. ഇനി മേലാലി വീട്ടിനകത്ത് കാലുകുത്തി പോകരുത്. പോ. കൃഷ്ണ, 2 രൂപ തരൂ. എന്തിനാ സാറേ? കുടിക്കാൻ. വേണ്ട സാറേ. വേണം. കുടിച്ചില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് വരും. തരുമോ? വലിയ ഉപകാരം. ഹലോ, give me 2 rupees. സാർ? നീയോ? അതെ. അങ്ങേക്ക് എത്ര രൂപ വേണം സാർ? I don't want anything from you. No, no. ഒരു ഗ്ലാസ് എനിക്ക് കൂടെ തരുമോ? ഭാസ്കര, ഭാസ്കര, ഒരു ഗ്ലാസ്. ചേട്ടാ, താനിത് പോയില്ലായിരുന്നു. കാശില്ല, തരില്ല എന്ന് പറഞ്ഞില്ലേ? കാശ് ഞാൻ നാളെ തരാം. 1 ഗ്ലാസ്. ഇല്ല, പ്ലീസ്. ചേട്ടാ, ഇതൊരു ശല്യമായല്ലോ. ഗ്ലാസും കൊണ്ടട. വേഗം കുടിച്ച് സ്ഥലം വിട. താങ്ക്സ്, താങ്ക്സ്. ആശാനെ, ഇതിപ്പോ സൈക്കിൾ ട്യൂബിൽ വരുന്നോണ്ടായിരിക്കാം ഒരു രുചി വ്യത്യാസം. രുചി വ്യത്യാസം നീ പല്ല് തേക്കാഞ്ഞിട്ടാ? നേരെ ആയിരിക്കാം. പല്ലേക്കാൻ നേരം കിട്ടണ്ടേ? അയ്യോ, അമ്മേ. ഭാസ്കരേട്ടാ, എന്താടി? എനിക്ക് 10 രൂപ വേണം ഡോക്ടറെ കാണാൻ. എനിക്ക് തീരെ വയ്യ. രൂപ തന്നോടെ കൊണ്ട് തന്നിരിക്കുന്നു. എടാ മഹാഭാവി,
ജീവിതം മുഴുവനും എന്നെ വിറ്റ് കാശാക്കിയവനല്ലേ നീ? പൊടി നീ എന്നെ ആട്ടുന്നോ? എടാ, നിന്നെ പോലീസ് പിടിപ്പിച്ചില്ലെങ്കിൽ ഞാൻ സരോജിനിയല്ല. നീ പിടിപ്പിച്ചോടി. അയ്യോ അയ്യോ അയ്യോ, അവളുടെ അമ്മയുടെ പോലീസ്. ഡൈഷി, നീ രാത്രി എവിടെ പോകുന്നു? സായിപ്പിന്റെ കാറ്റ് പോയെന്നാ തോന്നുന്നത്. എവിടെന്ന്? ഒരു തുള്ളി ചാരായം മണിപ്പിച്ചാ മതി, ഇപ്പൊ എഴുന്നേറ്റ് വരും. ഡാഡി, 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 എഴുന്നേക്ക് ഡാഡി, എഴുന്നേക്ക് ഡാഡി, എഴുന്നേക്ക് ഡാഡി. നീ സായുവിന്റെ മോളാണോ? അതെ. കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതായിരിക്കും. കുടിച്ച കാശ് തന്നിട്ട് കൂട്ടിക്കൊണ്ടുപോയാൽ മതി. എന്റെ കയ്യിൽ കാശില്ല. കാശുണ്ടാക്കാൻ വഴിയുണ്ട്. നീ പേടിക്കാതെ കൂട്ടി വാടി പെണ്ണേ. ആശാന് എടുത്ത് പൈപ്പിനകത്തോട്ട് കൊണ്ടുപോയിക്കോ. നിന്നെ ഞാൻ വിടാനോ? ഡൈഷി, നിനക്കെങ്കിലും ഇദ്ദേഹത്തെ പറഞ്ഞു തിരുത്താൻ പാടില്ലേ? എന്തിന്? ഇങ്ങനെ നശിക്കാതിരിക്കാൻ. എന്റെ ഡാഡി നശിക്കുകയല്ല, നിങ്ങളൊക്കെ ചേർന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ പിടിപ്പിച്ച തീയുണ്ടല്ലോ, അതിൽ നിന്ന് ആശ്വാസം നേടാനാണ് കുടിക്കുന്നത്. ഡൈഷിക്ക് എല്ലാം അറിയാമല്ലോ. ഇല്ല, ഞാനൊന്നും അറിയാൻ കഴിയാത്തവളായിപ്പോയി. അതെ, അല്ലെങ്കിൽ ആ തെമ്മാടി എന്റെ കയ്യിൽ അപകടപ്പെടുകയില്ലായിരുന്നു. ഞാൻ വന്നില്ലായിരുന്നുവെങ്കിൽ എന്ത് നടക്കുമായിരുന്നു എന്നറിയാമോ? എന്ത് നടക്കാൻ? എന്റെ ഡാഡി കുടിച്ച കാശിന്റെ പേരിൽ അവരെന്നെ പിടിക്കും. അവരുടെ ആഗ്രഹങ്ങൾക്ക് ഞാൻ വഴങ്ങേണ്ടി വരും. ബാലേട്ട, നല്ലവനായ ഡാനിയൽ തെണ്ടുന്നതിനേക്കാൾ അഭിമാനമല്ലേ അയാളുടെ മകൾ ശരീരം വിൽക്കുന്നത്? ഇങ്ങനെ സംസാരിച്ചാൽ എനിക്ക് മറുപടിയില്ല. ഉണ്ടാവില്ല. ഞങ്ങളുടെ വീട് പോയി, ഞങ്ങൾ പട്ടിണിയിലായി. അപ്പോഴൊന്നും നിങ്ങൾക്ക് മറുപടി ഉണ്ടായില്ലല്ലോ. എന്നെ കണ്ടാൽ ഇദ്ദേഹം ആട്ടിയിറക്കുകയല്ലേ ചെയ്യുന്നത്? ആട്ടിയിറക്കുന്നത് നേരിട്ടാണ്, പക്ഷെ നിങ്ങൾ ചെയ്തത് ആത്മവഞ്ചനയല്ലേ? ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല. എന്റെ മുഖത്ത് നോക്കി പറയാമോ? ജീവിതത്തിലെല്ലാം നിങ്ങളാണെന്ന് കരുതിയിരുന്ന എന്നോട് നിങ്ങൾ എന്താണ് ചെയ്തത്? ഞാൻ ഡൈസിയെ മറ്റൊരു തരത്തിൽ കണ്ടിരുന്നില്ല. എങ്ങനെ കണ്ടാലും
എനിക്കിനി നിരാശയില്ല. ഇതെല്ലാം കണ്ടു മതിയായെങ്കിൽ പോകൂ. എന്റെ ഡാഡി ഉണരുന്നതിന് മുമ്പായി പോകൂ. ഡ്യൂട്ടിക്ക് പോയില്ലേ? പോകാൻ തുടങ്ങിയായിരുന്നു. നമുക്ക് എന്താ വന്നേ? കുട്ടീനെ കൂട്ടിക്കൊണ്ട് പോകാൻ. കുട്ടിയെ കൊണ്ടുപോകാൻ ഞാൻ അവളെ അവിടെ കൊണ്ടാക്കില്ലേ പതിവ്? അതിപ്പോ ഒരു ദിവസം നമ്മൾ ഇവിടെ വന്ന് കൊണ്ടുപോയതെന്താണപ്പാ? അത് ശരിയാ. മോള് ബാ. മമക്ക, റാണിയെ മറ്റൊരിടത്ത് അയക്കരുതേ. എന്തപ്പാ ഒരു പുതിയ വർത്തമാനം? നമ്മൾ കുട്ടിയെ കൊല്ലാണ്ടി കൊണ്ടു. അയ്യോ അതല്ല, നമുക്ക് കുട്ടീനെ കൊണ്ടുപോകാനും അറിയാം, വൈകുന്നേരം അതുപോലെ തിരിച്ച് കൊണ്ടുവരാനും അറിയാം. താൻ ഡ്യൂട്ടിക്ക് പോപ്പാ. സാവിത്രിക്കുട്ടി, എന്താ മമ്മൂക്ക? ഇതാരാണെന്ന് നോക്കി. നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാണ് റാണിയെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നത്. ഒരു പെറ്റ തള്ളയുടെ മനസ്സിന്റെ വിഷമം ഞമ്മക്കറിയാം. പേടിക്കണ്ട, എല്ലാം ഞമ്മ മനസ്സിലാക്കി. മമ്മൂക്ക, പൊട്ടിക്കാൻ കഴിയാത്തൊരു കുരുക്കിലാണ് ദൈവം എന്നെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അതിന് പരിഹാരം പറയാനെ കൊണ്ട് നമുക്ക് പിടിയില്ല. പക്ഷെങ്കില് രാഘവൻ അറിയാതെ എന്നും നമ്മൾ കുട്ടീനെ ഇവിടെ കൊണ്ടുവരാം. ഓൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നതിന് മുമ്പ് കുട്ടീനെ മടക്കി അവിടെ കൊണ്ട് വിടണം. അതൊരു വ്യവസ്ഥ. മമ്മൂക്ക പറയുന്ന പോലെ ഞാൻ ചെയ്തോളാം. എന്ത് വിഷമങ്ങൾ ഉണ്ടായാലും എന്റെ കുഞ്ഞിനെ എന്നും എനിക്ക് കാണണം. അത് നമ്മൾ ഏറ്റെന്ന് പറഞ്ഞില്ലേ? അപ്പൊ നമ്മള് പറ്റാ. ശരി മമ്മൂക്ക. വൈകുന്നേരം കുട്ടീനെ കൊണ്ടുപോയി നമ്മൾ വരും. മോളെ, മോളെ. ചേച്ചി എന്തിനാ കരയണേ? ഒന്നുമില്ല മോളെ, ഒന്നുമില്ല. മോളെ, എന്നെ അമ്മയെ വിളിച്ച്. അമ്മയോ? എന്റെ അമ്മ മരിച്ചുപോയി. ഇല്ല മോളെ, ഇല്ല. മോളെ, അമ്മയെന്ന് വിളിച്ചേ. അമ്മേ, ഒന്നും കൂടി വിളിച്ചേ. അയ്യോ, ആ പകയൻ ഡ്യൂട്ടി കഴിഞ്ഞ് നേരത്തെ വന്നല്ല. കുട്ടി അവിടെ ആണല്ല. ചതിച്ച. സാവിത്രിക്കുട്ടി, കുട്ടി. ഇച്ചിരി കൂടി കഴിഞ്ഞിട്ട് കൊണ്ടുപോവാം മമ്മൂക്ക. അമ്മോ, പകയൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഓൻ വീട്ടിൽ വരുന്നതിന് കുട്ടീനെ അവിടെ കൊണ്ടാക്കണം. കുഴപ്പം ഉണ്ടാക്കല്ലേ? നാളെയും കൊണ്ടുവരണേ മമ്മൂക്ക. നമ്മൾ ഏറ്റെന്ന് പറഞ്ഞില്ലേ? ഇതാണോ നിങ്ങളുടെ കുഞ്ഞ്? കുറച്ച് വീട്ടു സാധനങ്ങൾ വാങ്ങിച്ചു. ഇതിവിടെ വെച്ചിട്ട് അങ്ങോട്ട് വരാൻ തിരിച്ചിരിക്കുകയായിരുന്നു. നിങ്ങള് സഞ്ജയും തൂക്കി പിടിച്ചോണ്ട് വരുന്നത് നമ്മള് കണ്ട്. നിങ്ങൾ അങ്ങോട്ട് വരുത്തണ്ട എന്ന് വിചാരിച്ച് നമ്മള് കുട്ടീനെ കൊണ്ട് ഇങ്ങോട്ട് വന്നു. അയ്യോ, വലിയ ഉപകാരം നമുക്ക്. എന്തിന്? നാളെ മുതല് നമ്മൾ കുട്ടീനെ ഇവിടെ കൊണ്ടാക്കിക്കോളാം. നമുക്ക് എന്തിനാ വെറുതെ ബുദ്ധിമുട്ടുന്നേ? എന്ത് ബുദ്ധിമുട്ട്? നമ്മൾ പാല് വാങ്ങിച്ച അപ്പുറത്ത് വീട്. അപ്പൊ നമ്മൾ കുട്ടീനെ ഇവിടെ കൊണ്ടാക്കും. ശരി. ആ, മോള് കുളിച്ചോ? ആരാ കുളിപ്പിച്ചേ? അതോ അമ്മയോ? അമ്മയല്ല, ഉമ്മ സൈനബ. കേൾക്കുമ്പ കുളിക്കുവാൻ പോകുന്ന ബൈബക്കിൽ വെളിച്ചം നിന്നവളെ. അങ്ങനെ ഈ കുഞ്ഞിന് കൊണ്ടുപോയി പാല് കൊടുക്കി. നമ്മൾ രാവിലെ വരെ കേട്ടോ. നമ്മൾ പോട്ടാ. ₹2 തരുമോ? ഇല്ല. സായി പിന്നെ വരുന്നുണ്ട് പൈസ ചോദിക്കാൻ. നമുക്കേ മാർക്കളെ